RRB ഫോബാൻ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ 2012 ചോദിച്ച ചോദ്യമായിരുന്നു. 100°C തന്നിരുന്ന, ശ്രദ്ധിക്കണം. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇക്വേഷനിൽ തന്നെ പറയുന്നുണ്ട് ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ. നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണിത്. ഓക്കെ, അപ്പൊ എൻട്രോപ്പിയിൽ നിന്നൊക്കെയുള്ള ഇതേപോലെയുള്ള സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് RRB ജൂനിയർ എഞ്ചിനീയർ പോലെയുള്ള എക്സാമുകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസുകൾ വാക്വം പ്രഷർ വെച്ചിട്ടും അവർക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെൽക്കം ഓൺ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ സെഷനിൽ നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം, അതേപോലെ തന്നെ SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം, ഈ രണ്ട് എക്സാമുകൾക്കും സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമുകൾക്ക് പ്രീവിയസ് ഇയറിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ, അതിന്റെ കൺസെപ്റ്റ്സുകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോ ഇതുവരെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. SSC ജൂനിയർ എഞ്ചിനീയർ, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമുകൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷന് ബൂസ്റ്റപ്പ് ആവുന്ന രീതിയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷൻസുകളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷനിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. RRB ഫോബാൻ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ 2012 ചോദിച്ച ചോദ്യമായിരുന്നു. RRB സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എക്സാം 2012 ചോദിച്ച ചോദ്യമാണ്. Determine the value of absolute pressure if the gauge pressure is 21 bar and the atmospheric pressure is 1.013 bar. Option A 21 bar, option B 22.013 bar, option C 20 bar, option D none of them. നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റില് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷറുകൾ, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് 3 പ്രഷറുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്ന് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഗേജ് പ്രഷർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? ആ ഗേജ് പ്രഷർ തന്നെ പോസിറ്റീവ് ഗേജ് പ്രഷറും ആകാം, നെഗറ്റീവ് ഗേജ് പ്രഷറും ആകാം. നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണിത് വാക്വം പ്രഷർ എന്നുള്ളത്. ഇങ്ങനെ 3 പ്രഷറുകൾ നമ്മളെ പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ഈ 3 പ്രഷറുകൾ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തായിരുന്നു ഫസ്റ്റ് റിലേഷൻ? അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഇതാണ് നമ്മൾ പഠിച്ച ഫസ്റ്റ് റിലേഷൻ. രണ്ടാമത്തെ റിലേഷൻ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ മൈനസ് വാക്വം പ്രഷർ. ഈ രണ്ട് റിലേഷൻസുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോ ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ റെഫറൻസ് ലൈൻ എടുത്തു വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ ആണ്, അല്ലെ? പ്രഷർ മെഷറിംഗ് അബോവ് അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ് ഗേജ് പ്രഷർ. പ്രഷർ മെഷറിംഗ് ബിലോ അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ് നമ്മൾ നെഗറ്റീവ് ഗേജ് പ്രഷർ അല്ലെങ്കിൽ വാക്വം പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കണക്ട് ചെയ്ത് ഈ രണ്ട് റിലേഷൻസുകൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് അബ്സല്യൂട്ട് പ്രഷർ. അപ്പൊ നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഗേജ് പ്രഷർ തന്നിട്ടുണ്ട്. എത്രയാണ്? 21 ബാർ. അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറഞ്ഞിട്ടുണ്ട് 1.013 ബാർ. അപ്പം രണ്ട് പ്രഷറുകളും നമുക്ക് ബാറിൽ തന്നെയാണ് തന്നിരിക്കുന്ന യൂണിറ്റ്. കണ്ടുപിടിക്കേണ്ട അബ്സല്യൂട്ട് പ്രഷറും എന്തിൽ തന്നെയാണ്? ബാറിൽ തന്നെയാണ്. സോ യൂണിറ്റിന്റെ പ്രോബ്ലത്തിൽ നമുക്ക് പ്രശ്നമില്ല, യൂണിറ്റ് ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, കൺഫ്യൂസിങ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ അബ്സല്യൂട്ട് പ്രഷർ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഏത് ഫോമിൽ യൂസ് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1, അല്ലെ? അബ്സല്യൂട്ട് പ്രഷർ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. നമുക്കിവിടെ ഗേജ് പ്രഷർ ആണ് തന്നിരിക്കുന്നത്. വാക്വം പ്രഷർ ആയിരുന്നെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? അബ്സല്യൂട്ട് പ്രഷർ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ എത്രയാണ്? 1.013 പ്ലസ് ഗേജ് പ്രഷർ എത്രയാണ്? 21. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 22.013 ബാർ എന്ന്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് എന്ത്? റൈറ്റ് ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. സോറി. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 22.013 ബാറിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഈ ഒരു ചോദ്യം നമുക്ക് വാക്വം പ്രഷർ വെച്ചിട്ടും അവർക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിരിക്കുക. 2012 സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എക്സാം RRB ഫോബാൻ സോണിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അത് നോട്ട് ചെയ്തിരിക്കുക.
അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. RRB ജൂനിയർ എഞ്ചിനീയർ 2015 നടന്ന എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ ഓഫ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഈസ് 2560 കിലോജൂൾ പെർ കിലോഗ്രാം. വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി അസോസിയേറ്റഡ് വിത്ത് ദിസ് ഇവാപറേഷൻ? അപ്പൊ എൻട്രോപ്പിയിൽ നിന്നുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് 2015 RRB ജൂനിയർ എഞ്ചിനീയറിന്റെ ഷിഫ്റ്റ് 1 ചോദിച്ചത്. അപ്പോ എൻട്രോപ്പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് 4 ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എൻട്രോപ്പി എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്കറിയാം, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. എൻട്രോപ്പിയുടെ ബേസിക് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ബേസിക് ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ absolute temperature അല്ലെ. ചേഞ്ച് ഇൻ എൻട്രോപ്പി is given by the equation. It is defined as ഹീറ്റ് അബ്സോർബ്ഡ്. ഒന്നുകിൽ സിസ്റ്റം അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ആകാം, അല്ലെങ്കിൽ ഹീറ്റ് റിജക്ട് ചെയ്യുന്നതാകാം. ഹീറ്റ് അബ്സോർബ് ഓർ ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ആ സിസ്റ്റം അപ്പോഴുള്ള ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അതായത് നിങ്ങൾ എൻട്രോപ്പി കണ്ടുപിടിക്കുന്ന ടൈമിൽ അവിടെ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഷുഡ് ബി എന്തിലായിരിക്കണം? കെൽവിനിലായിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ എൻട്രോപ്പി is given by the equation heat absorbed or heat rejected divided by absolute temperature. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്കിവിടെ ചോദ്യത്തിലേക്ക് വരാം. നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താണ്? ലേറ്റന്റ് ഹീറ്റ് ആണ്. ലേറ്റന്റ് ഹീറ്റിന് പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ബോഡിയിൽ നിന്ന് ലേറ്റന്റ് ഹീറ്റ് റിമൂവ് ചെയ്താലും ഒരു ബോഡി ലേറ്റന്റ് ഹീറ്റ് അബ്സോർബ് ചെയ്താലും അവിടെ എന്താ സംഭവിക്കുന്നത്? ഫേസ് ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഫേസ് ചേഞ്ചുമായി അസോസിയേറ്റ് ചെയ്ത് വെക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഒരു ബോഡിയിൽ ലേറ്റന്റ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ ബോഡിയുടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കൺസെപ്റ്റ് ആണ്. ഒരു ബോഡിയിൽ നിന്ന് ലേറ്റന്റ് ഹീറ്റ് റിമൂവ് ചെയ്താലും ഒരു ബോഡി ലേറ്റന്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്താലും ആ ബോഡിയുടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ആ ഹീറ്റ് അഡിഷൻ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ എന്തിനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? അതിന്റെ ഫേസ് ചേഞ്ചിനെയാണ്, ആ ഒരു സബ്സ്റ്റൻസിന്റെ ഫേസ് ചേഞ്ചിനെയാണ് അവിടെ അസോസിയേറ്റ് ചെയ്യുന്നത്. അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അവർ പറയുന്നത് വെള്ളം, വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ഇരിക്കുന്നത്. അവിടെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിന് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ എൻട്രോപ്പി ചേഞ്ച് ആണ്. കാരണം അവിടെ എന്തായാലും ഒരു ഹീറ്റ് റിജക്ഷൻ അല്ലെങ്കിൽ എന്താണ്, അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഹീറ്റ് ട്രാൻസ്ഫർ മൂലം ആ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവുന്ന എൻട്രോപ്പി ചേഞ്ച് ആണ് കണ്ടുപിടിക്കുന്നത്. എന്താ ഇക്വേഷൻ? ds delta s is equal to heat absorbed or heat rejected q divided by അവിടുത്തെ ടെമ്പറേച്ചർ t, q by t. ഓക്കെ ആണ്. ഇവിടുത്തെ ഹീറ്റ് എന്താണ്? ലേറ്റന്റ് ഹീറ്റ് ആണ്. ആ ഹീറ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2560 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹീറ്റിന്റെ ഇക്വേഷൻ. അവിടെ ഇരിക്കുന്ന ആ സിസ്റ്റം ഇരിക്കുന്ന ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇക്വേഷനിൽ തന്നെ പറയുന്നുണ്ട് ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ എന്തിലോട്ട് മാറ്റിയിരിക്കണം? കെൽവിനിലോട്ട് മാറ്റിയിരിക്കണം. 373 കെൽവിൻ. അപ്പൊ ആൻസർ എന്താ വരുന്നത്? ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ക്യൂ എത്രയാണ്? 2560 ഡിവൈഡഡ് ബൈ 373. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 6.86 എന്ന് കിട്ടും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 6.86 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. കണ്ടോ, ഇവിടെ ഹീറ്റ് എന്ന് പറയുമ്പോൾ ലേറ്റന്റ് ഹീറ്റ് ആണ്. ലേറ്റന്റ് ഹീറ്റ് തന്നിരിക്കുന്ന യൂണിറ്റ് കണ്ടോ? കിലോ ജൂൾ പെർ കിലോഗ്രാമില. ടെമ്പറേച്ചർ നമ്മൾ എന്തിലാക്കുന്നത്? കെൽവിനില. സോ നമുക്ക് യൂണിറ്റ് കറക്റ്റ് ആയിട്ട് എന്തിൽ തന്നെ കിട്ടി? കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനിൽ തന്നെ. അപ്പൊ ഇവിടുത്തെ ഹീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എച്ച് എഫ് ജി ലേറ്റന്റ് ഹീറ്റ് ആണ് തന്നിരിക്കുന്നത്. ലേറ്റന്റ് ഹീറ്റ് നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ എച്ച് എഫ് ജി ആണ്. HFG. സോ ചേഞ്ച് ഇൻ എൻട്രോപ്പി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരുന്നു. ഡയറക്റ്റ് ഇക്വേഷൻ തന്നെയാണ്, അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. യൂണിറ്റുകളിൽ നമുക്ക് കൺഫ്യൂഷൻ. അപ്പൊ ആ ഇക്വേഷൻ നോട്ട് ചെയ്തേക്ക്. ഓപ്ഷൻ ബി ആണ് അവിടെ റൈറ്റ് ആൻസർ. ഓക്കെ. അപ്പൊ എൻട്രോപ്പിയിൽ നിന്നൊക്കെയുള്ള ഇതേപോലെയുള്ള സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് RRB ജൂനിയർ എഞ്ചിനീയർ പോലെയുള്ള എക്സാമുകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ അവിടെ നമ്മൾ യൂണിറ്റ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കെയർ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SSC ജൂനിയർ എഞ്ചിനീയർ 2018 ചോദിച്ച മോർണിംഗ് ഷിഫ്റ്റിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: The modulus of elasticity for a material is 200 giganewton per meter square and Poisson's ratio is 0.25. What is the modulus of rigidity? അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസില് നമ്മൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ആണ് എലാസ്റ്റിക് കോൺസ്റ്റൻസ് അല്ലെ. എലാസ്റ്റിക് കോൺസ്റ്റന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എലാസ്റ്റിക് കോൺസ്റ്റൻസ്.
നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും എലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ. അവിടെ നമ്മൾ പ്രധാനമായിട്ടും മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി പഠിക്കുന്നുണ്ട്, മോഡുലസ് ഓഫ് റിജിഡിറ്റി പഠിക്കുന്നുണ്ട്, ബൾക്ക് മോഡുലസ് പഠിക്കുന്നുണ്ട്, പോയിസോൺസ് റേഷ്യോ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ 4 നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ആ റിലേഷനെ ബേസ് ചെയ്തൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. നോക്കാം. The modulus of elasticity for a material is 200 giganewton per meter square. അപ്പം മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇ ആണ്. ഇയുടെ വാല്യൂ എത്ര വന്നിരിക്കുന്നത്? 200 giganewton per meter square. അതേപോലെ പോയിസോൺസ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 0.25 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്, ജി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ എന്താ? ഇ ഇസ് ഈക്വൽ ടു 2g into 1 plus mu അല്ലെ. നമ്മൾ റിലേഷൻസിൽ പഠിച്ചിരിക്കുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ അതായത് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിയും മോഡുലസ് ഓഫ് റിജിഡിറ്റിയും പോയിസോൺസ് റേഷ്യോയും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? ഇ ഇസ് ഈക്വൽ ടു 2g into 1 plus mu. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈയുടെ വാല്യൂ തന്നിരിക്കുന്നത് എത്രയാണ്? 200 is equal to 2g into 1 plus mu. പോയിസോൺസ് റേഷ്യോ എത്രയാ? 0.25 അല്ലെ. സോ 200 is equal to 2g into 1.25. So 200 is equal to 2 into 1.25 എത്രയാ? 2.5 g എന്ന് കിട്ടും. സോ ജിയുടെ വാല്യൂ എത്രയാണ്? 200 divided by 0.25. നമുക്ക് വേണമെങ്കിൽ എത്ര എങ്ങനെ എഴുതാം? 2 into 10 raised to 4 അല്ലെ, ഡിവൈഡഡ് ബൈ എത്രയാണ്? 25. എത്ര കിട്ടൂടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ? നമുക്ക് എത്ര കിട്ടുന്നത്? 2.5 അല്ല, 2.50 അല്ലെ, 2.50. അപ്പൊ ഇവിടെ സോൾവ് ചെയ്യുന്ന സമയത്ത് 250 അല്ലെ, അതായത് 2000 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. 2000 ഡിവൈഡ് ബൈ 25 ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 80 എന്ന് വരും. ആൻസർ ഓപ്ഷൻ എ ആണ്, 80 giganewton per meter square. കാരണം നമ്മൾ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി 200 കൊടുത്തിരിക്കുന്നത് എന്തിൽ തന്നെയാണ്? giganewton per meter square ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ giganewton per meter square തന്നെ. സോ ഓപ്ഷൻ എ ആണ് അത് റൈറ്റ് ആൻസർ. ഡയറക്റ്റ് റിലേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ റിലേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. നമുക്ക് എക്സാമുകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. SSC JEE ആയിക്കോട്ടെ, RRB JEE എക്സാമിലൊക്കെ ഇതിൽ നിന്ന് ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നോട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് ഒരു റിലേഷൻ, ഇ ഈസ് ഈക്വൽ ടു 2g into 1 plus mu. അതേപോലെയുള്ള രണ്ട് റിലേഷൻ ഓർത്ത് വെച്ചേക്കുക. ഇ ഈസ് ഈക്വൽ ടു 2g into 1 plus mu. ഇത് റിലേഷൻ നമ്പർ 1 അല്ലെ, കണക്ടിങ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് പോയിസോൺസ് റേഷ്യോ. അതേപോലെ ഇ ഈസ് ഈക്വൽ ടു 3k into 1 minus 2 mu. ഇതാണ് രണ്ടാമത്തെ റിലേഷൻ, കണക്ടിങ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, ബൾക്ക് മോഡുലസ് ആൻഡ് പോയിസോൺസ് റേഷ്യോ. ഇ ഈസ് ഈക്വൽ ടു 3k into 1 minus 2 mu. അതേപോലെ ഇ ഈസ് ഈക്വൽ ടു 9 kg ഡിവൈഡഡ് ബൈ 3k plus g. ഇതും റിലേഷൻ ആണ്, കണക്ടിങ് ഏതൊക്കെ? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ്. സോ ഈ മൂന്ന് റിലേഷൻസുകൾ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന റിലേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. E is equal to 2g into 1 plus mu, E is equal to 3k into 1 minus 2 mu, E is equal to 9 kg divided by 3k plus b. അപ്പോൾ ഇതേപോലെയുള്ള എലാസ്റ്റിക് കോൺസ്റ്റൻസിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ മോഡൽ പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഏത് റിലേഷൻ യൂസ് ചെയ്തും നമുക്കൊരു കോൺസ്റ്റന്റ് ഒരെണ്ണം അൺനോൺ ആയി തന്നുകൊണ്ട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഈ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ? അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിലെ 3 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. RRB JEE എക്സാമുകൾക്ക് ചോദിച്ച 2 ചോദ്യവും അതേപോലെ തന്നെ SSC JEE എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഈ 3 കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ ഇനി വരുന്ന സെഷനുകളിൽ ഇതേപോലെ തന്നെ SSC JEE RRB JEE എക്സാമുകൾക്ക് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും കൺസെപ്റ്റുകളുമായിട്ട് നമുക്ക് ഇനിയും സെഷൻസുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും എന്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. RRB JEE 2024 നടക്കുന്ന RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. Until then, thank you.